രണ്ട് പതിറ്റാണ്ട് മുൻപ് ഇടത് വലത് മുന്നണികളെ മാറി മാറി തുണയ്ക്കുന്ന കൊടുവള്ളിയിൽ ആധിപത്യമുറപ്പിക്കാനുള്ള കടുത്ത പോരാട്ടത്തിലാണ് മുന്നണികൾ. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിലൂടെ മണ്ഡലം നിലനിർത്താൻ UDF ഒരുങ്ങുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി സലീം മടവൂരിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് LDF. മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ NDA സ്ഥാനാർത്ഥി ഗിരി പാമ്പനാലും രംഗത്തുണ്ട്. തുടക്കകാലത്ത് കോൺഗ്രസിൻ്റെയും തുടർന്ന് മുസ്ലിം ലീഗിൻ്റെയും ഉറച്ച സീറ്റായിരുന്നെങ്കിലും രണ്ട് പതിറ്റാണ്ട് മുൻപ് മുസ്ലിം ലീഗ് വിമത സ്ഥാനാർത്ഥി PTI റഹീമിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച മണ്ഡലമാണ് കൊടുവള്ളി നിയമസഭാ മണ്ഡലം. വീണ്ടും UDFനായി മത്സരിച്ച VM ഉമ്മർ മാസ്റ്റർ സീറ്റ് പിടിച്ചെടുത്തെങ്കിലും തൊട്ടടുത്ത തവണ വിജയം LDFനൊപ്പം നിന്നു. എന്നാൽ കഴിഞ്ഞ തവണ MK മുനീറിലൂടെ UDF വീണ്ടും മണ്ഡലത്തിൽ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. എങ്കിലും 2006 മുതൽ ഇന്നുവരെ ഇടത് വലത് മുന്നണികളെ മാറി മാറി തുണയ്ക്കുകയാണ് കൊടുവള്ളിയിലെ വോട്ടർമാർ. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെയാണ് മണ്ഡലം നിലനിർത്താനായി ഇത്തവണ UDF നിയോഗിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളും MK മുനീർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടിയാണ് ഫിറോസിൻ്റെ പ്രചാരണം. മുൻ ഇടത് സ്വതന്ത്ര MLA കാരാട്ട് റസാക്കിൻ്റെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള ലീഗിലേക്കുള്ള മടങ്ങിവരവും UDF ക്യാമ്പിന് കരുത്താകുന്നുണ്ട്. 2025 ത്രിതല തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം UDFനായിരുന്നു ജയം. ലീഗ് വിമതരെ പിന്തുണയ്ക്കുന്ന പതിവ് തെറ്റിച്ച് നാട്ടുകാരനായ സലീം മടവൂരിനെയാണ് കൊടുവള്ളി പിടിച്ചെടുക്കാൻ LDF ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയത്. രണ്ട് പതിറ്റാണ്ട് മുൻപത്തെ ചരിത്രം ആവർത്തിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് LDF. സലീം മടവൂർ നടത്തിയ ഇടപെടലുകൾ ഉയർത്തിക്കാട്ടിയും കാരാട്ട് റസാക്ക് MLA ആയിരിക്കെ സംസ്ഥാന സർക്കാർ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ പരാമർശിച്ചും കഴിഞ്ഞ 5 വർഷത്തെ വികസന മാന്ദ്യം ആരോപിച്ചുമാണ് ഇടതുമുന്നണിയുടെ പ്രചരണം. NDA ജില്ലാ കൺവീനറും BDJS ജില്ലാ പ്രസിഡന്റുമായ ഗിരി പാമ്പനാലാണ് NDAയുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9498 വോട്ടുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12830 വോട്ടുകളും ലഭിച്ച കൊടുവള്ളിയിൽ ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെക്കാമെന്നാണ് NDAയുടെ പ്രതീക്ഷ. പ്രചരണത്തിനിടെ പരിക്കേറ്റ് വലതുകാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടെങ്കിലും പ്രചരണ രംഗത്ത് സജീവമാണ് ഗിരി പാമ്പനാൽ. കൊടുവള്ളിയിൽ ആകെ 13 സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.